പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കുറേ ഒരു ഗ്യാപ്പ് വന്നു ഇതില്. ഞാന് സംസാരിക്കുമ്പോൾ എല്ലാ ദിവസവും സംസാരിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ഭയങ്കര വെയില്, പുറത്തെ കൊടും വെയിലും ചൂടും. ഇത് കാരണം സംസാരിക്കാനേ തോന്നില്ല. ഈ ക്യാമറേന്റെ മുന്നിലൊന്നും ഇരിക്കാൻ തന്നെ തോന്നില്ല നമുക്ക്. അപ്പൊ അത്രയും ചൂടായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇനി 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 60 വയസ്സായിട്ടുള്ള സീനിയേഴ്സിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാൻ തോന്നുന്നതെന്ന്. കാരണം സീനിയേഴ്സിനെ കുറിച്ച് പറയാനാണ് ആളില്ലാത്തത്. നമ്മളെ ഈ പ്രായത്തിലൊന്നും നമുക്ക് വേസ്റ്റ് ആക്കാൻ സമയമില്ല അല്ലേ. ഇനി അങ്ങോട്ട് വേസ്റ്റ് ആക്കാനൊന്നും സമയമില്ല. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരോട് തർക്കിച്ചിട്ട് നേരം പോക്കാനൊന്നും നമ്മൾ നിൽക്കരുത്. നമ്മുടെ വീട്ടിലായാലും പുറത്തായാലും തർക്കിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളതിനൊന്നും അതൊന്നും കേൾക്കാൻ നിൽക്കരുത്. അപ്പൊ അത് ഈ നമ്മളത് ശ്രദ്ധിക്കാതെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൗർബല്യമല്ല കേട്ടോ. അതൊരു ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ അത് കൂടാതെ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത് ചെയ്യാം. നമ്മളെ കാര്യങ്ങളൊക്കെ ഇനി നോക്കണം. ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ടാണല്ലോ ജീവിച്ചത്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ കാര്യം നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. നല്ല എക്സസൈസ് വേണം ശരീരത്തിന്. ശരീരത്തിന് വ്യായാമം നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ എന്തിനാണ് ഈ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് ഇപ്പൊ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ നിന്നും പിന്നെ മസിൽ ലോസ് ഉണ്ടാവും. അപ്പൊ ഈ മസിൽ ലോസ് ഉണ്ടെങ്കിൽ അതിന് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യണം. വ്യായാമം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. പല സ്ഥലങ്ങളിലും ഓപ്പൺ ജിം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഇവിടെ സരോവരത്തിൽ ഓപ്പൺ ജിം ഉണ്ട്. കോഴിക്കോട് സരോവരം പാർക്കിൽ. അപ്പൊ അതുകൊണ്ട് കുറേ ആളുകൾ അവിടെ വരും. കുറേ യന്ത്രങ്ങളുണ്ടാവും. പലതരത്തിലുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തർ ചെയ്യാൻ ഒഴിയാൻ കാത്തു നിന്നിട്ട് എല്ലാ യന്ത്രത്തിലും കുറച്ച് കുറച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടക്കുക, എന്നിട്ട് തിരിച്ചു വരിക. അപ്പൊ ഞാനൊരു ലേഡീനെ പരിചയപ്പെട്ടു. ഇവിടുന്ന് സരോവരത്തുനിന്ന് അടുത്ത ദിവസം. അപ്പൊ അവരും ഭർത്താവും കൂടിയാ വരിക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജിമ്മൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പിന്നെ പോകുമ്പോ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടാവില്ലേ വീട്ടിൽ? ആ, ഞാൻ പോയിട്ടുണ്ടെ നേരെ അടുക്കളയിൽ കയറണം. അപ്പൊ നിങ്ങളെ ഭർത്താവോ? എന്റെ ഭർത്താവ് നേരെ കുളിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കും. പക്ഷെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയണമെങ്കിൽ 12 മണിയൊക്കെ ആവുമെന്നാ പറയുന്നത്. അപ്പൊ അതാണ് സ്ത്രീകളെ അവസ്ഥ അല്ലേ. സ്ത്രീകൾ നേരെ അടുക്കളയിൽ കയറണം. അതേസമയം ഭർത്താവും കൂടെ കുറച്ച് സഹായിച്ചിരുന്നെങ്കിൽ അവർക്ക് അതൊരു വലിയ സന്തോഷമാവുകയും. സ്ത്രീക്ക് ഒന്നിനും സമയമില്ല അല്ലേ. അപ്പൊ നമ്മുടെ മനസ്സ് ഒരു ബ്ലേഡ് പോലെയാണ് കേട്ടോ. അതിനെപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് ഒന്നിനും കൊള്ളില്ല. ബോർഡ് മൈൻഡ് ആണെങ്കിൽ വേഗം വയസ്സാവും നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം എന്തൊക്കെ ഉണ്ട്? പാട്ട് പാടാം, അല്ലെങ്കിൽ സീരിയൽ കാണാം, TV കാണാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കണം. കുറേ കാലം നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനാവാതെ ഒരുപാട് ഭാരങ്ങൾ ചുമന്ന് നടന്നവരാണ് അല്ലേ. അപ്പൊ അടുക്കള ഭരണം എന്ന് പറഞ്ഞാൽ മരണം വരെ കൊണ്ടുനടക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. മരണം വരെ നമ്മളിപ്പോ അടുക്കളയിൽ കൂടണം എന്നുണ്ടോ? അടുക്കളയിലൊക്കെ നമ്മള് മരുമക്കൾ വന്നാൽ മരുമക്കളെ ഏറ്റെടുക്കും. ചില ചില അമ്മമാരുണ്ടാവും എന്നാലും അടുക്കള വിട്ടുകൊടുക്കൂല. പക്ഷെ അവർക്ക് എന്താ വിശ്രമം ഉണ്ടാവില്ല. അപ്പൊ എനിക്കൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ എൻ്റെ മരുമകൾ വന്നതിന് ശേഷം അടുക്കളയിൽ എനിക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല. അവരും മെയ്ഡും കൂടിയാണ് ചെയ്യുക. ചില ദിവസം മാത്രം അവരില്ലെങ്കിൽ മാത്രം ഞാൻ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാലം ജീവിക്കുക. വിഴുപ്പ് ചുവന്ന് ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കണം കേട്ടോ. നമ്മൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഒമേഗ 3, അതേപോലെ കുറെ അയേൺ, കാൽഷ്യം, ഇതൊക്കെ നമ്മളോട് ഡോക്ടർ കഴിക്കാൻ പറയും അല്ലേ. ആ മരുന്നൊക്കെ നമ്മൾ അതൊക്കെ കഴിച്ചാൽ എല്ലിനും പല്ലിനും സ്കിന്നിനും എല്ലാം തന്നെ നമുക്കൊരു ചെറിയൊരു മാറ്റം. അതേപോലെ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഈ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ കഴിക്കുക. കാഷ്യൂ നട്ട്സ് കഴിക്കുക. ഇതൊന്നും കഴിച്ചെന്ന് വെച്ച് നമുക്ക് ആ ഒരു രോഗമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ. പക്ഷെ നമ്മള് പിന്നെ സന്തോഷിക്കാനുള്ള സമയമാണ് അല്ലേ. വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിന് മുൻപ് ചെയ്യാനുണ്ട്. നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് ആര് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ കരുതരുത്.
ചെറുപ്പക്കാരേക്കാൾ ആക്റ്റീവായിട്ട് നമ്മൾ ജോലി ചെയ്യും, കാര്യങ്ങൾ ചെയ്യൂലേ? ശരിയല്ലേ? അപ്പം അങ്ങനെ നമുക്ക് എത്തിപ്പിടിക്കാനായി ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെറുപ്പക്കാർ തന്നെയാണ്. നമുക്ക് നമ്മെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കാര്യം നോക്കി ഇനി അങ്ങോട്ട് നമുക്ക് ജീവിക്കണം. ഒന്നിനെ പറ്റി ആവലാതിപ്പെടരുത്, ആരെ പറ്റിയും വ്യാകുലപ്പെടരുത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ആരും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത് കേട്ടോ. അങ്ങനത്തെ വാശി നമുക്ക് വേണ്ട. നമ്മൾ സ്നേഹിക്കുന്നവർ മതി നമുക്ക്. അല്ലാത്തവരൊന്നും വേണ്ട. അങ്ങനെ ഭാരങ്ങളില്ലാതെ ഇനി അങ്ങോട്ടുള്ള കാര്യം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.